ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? എന്താണ് ഇൻവെൻട്രി? ഇൻവെൻട്രീനെ ഇനീഷ്യലി മെഷർ ചെയ്യേണ്ടത് കോസ്റ്റിലാണ്. ഈ കോസ്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ആൻഡ് ഇൻവെൻട്രി സബ്സീക്വൻ്റ്ലി മെഷർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? കോസ്റ്റ് ഓർ എൻ ആർ വി വിച്ച് എവർ ഈസ് ലോവർ. ഈ എൻ ആർ വി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 2-3 ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ സെൽഫായിട്ട് ട്രൈ ചെയ്യാം. ഇത് പോസ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ സെൽഫായി ട്രൈ ചെയ്യുക, അതിനുശേഷം മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ് എന്താ? വാട്ട് ഈസ് ദ കറക്റ്റ് ക്യാരിയിങ് എമൗണ്ട് ഓഫ് ഇൻവെൻട്രി ഇൻ ദ കമ്പനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ആസ് അറ്റ് 31st December 2011? സോ ഇയർ എൻഡിൻ്റെ സമയത്ത് ഇൻവെൻട്രീൻ്റെ വാല്യൂ എത്രയാവണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് സെനേറിയോ വായിക്കാം. സോ നമ്മൾ മുമ്പേ പഠിച്ചതെന്തായിരുന്നു? ലോവർ ഓഫ് കോസ്റ്റ് ഓർ എൻ ആർ വി വിച്ച് എവർ ഈസ് ലോവർ. അല്ലെങ്കിൽ ഏതാണോ കുറവ് അതിൽ വേണം നമ്മൾ കാണിക്കാൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഇയർ എൻഡിൻ്റെ സമയത്ത് നമ്മുടെ ക്ലോസിംഗ് ഇൻവെൻട്രി ആയിട്ട് ഇവരിപ്പോൾ ഇൻകറക്റ്റ്ലി സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന എത്രയാണ്? 3,86,400, $3,86,400 ആണ് ഇപ്പം ആസ് ഓഫ് നൗ എന്ത് ചെയ്തത്? അവർ ഇൻവെൻട്രീൻ്റെ വാല്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അവരെന്നെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് അതെന്താണ്? ഇൻകറക്റ്റ് ആണ്. അവരെന്തോ തെറ്റ് വരുത്തിയിട്ടുണ്ട്. ആ തെറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ എത്ര? അതാണ് കറക്റ്റ് ഫിഗർ. അത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ഐറ്റംസ് വെർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ടോട്ടൽ അറ്റ് കോസ്റ്റ്. അതായത് ഈ ഒരു ടോട്ടലിൽ താഴെ തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളും കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് താഴെ തന്നിരിക്കുന്ന രണ്ട് കേസസ്, രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. ഈ രണ്ട് പ്രൊഡക്റ്റും ആസ് ഓഫ് നൗ കോസ്റ്റിലാണ് എന്ത് ചെയ്തത്? ഇവർ ഈ ഒരു ഫിഗറിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത് കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ആയിരിക്കും ഇഫ് കോസ്റ്റ് തന്നെയാണ് ലോവർ എങ്കിൽ. അതായത് രണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക, അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ എൻ ആർ വി എടുത്ത് നോക്കുക. കോസ്റ്റ് തന്നെയാണ് കുറവെങ്കിൽ അവർ ചെയ്തത് കറക്റ്റാണ്, നമ്മളൊന്നും ചെയ്യേണ്ട. ഇനി കോസ്റ്റ് അല്ല എൻ ആർ വി ആണ് താഴെങ്കിലോ നമ്മളത് മാറ്റി ചെയ്യണം, അതിൽ അമെൻമെൻറ്റ് വരുത്തണം. നമുക്ക് നോക്കാം. സോ 1000 ഐറ്റംസ് വിച്ച് ഹാഡ് എ കോസ്റ്റ് ഓഫ് $18. അതായത് 1000 ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒന്നിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? $18 ആയിരുന്നു. ആൻഡ് ദീസ് ഐറ്റംസ് വെർ ഓൾ സോൾഡ് ഓൺ October 2011 for $15 each. And the company incurred $800 of cost to sell the goods. സോ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മളടുത്ത് 1000 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ഈ 1000 യൂണിറ്റ്സിന് ഓരോന്നും വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? $18 ആണ്. ഈ $18 ആസ് ഓഫ് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇതാണ് ഇതിൻ്റെ കോസ്റ്റ്. ഓക്കെ, നമ്മൾ എഴുതി. ഇനി നമുക്കറിയേണ്ട എന്താ? എൻ ആർ വി എത്രയാണെന്നുള്ളത്. സോ എൻ ആർ വി എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിറ്റാൽ എത്ര കിട്ടും? $15 മൈനസ് വിൽക്കാൻ വേണ്ടി എന്ത് ചിലവ് വരുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്കിത് ടോട്ടൽ കോസ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് $15 ആണ് ഒന്നിന് കിട്ടുക, ഇൻറ്റു 1000 യൂണിറ്റ്സ് ആണുള്ളത്. സോ മൊത്തമായിട്ട് നമുക്ക് കിട്ടുക $15,000 ആണ് നമുക്ക് മൊത്തമായിട്ട് കിട്ടുക. മൈനസ് വിൽക്കാൻ വേണ്ടി നമുക്ക് വരാൻ പോകുന്ന എക്സ്ട്രാ കോസ്റ്റ് എത്ര? ദ കമ്പനി ഇൻകർഡ് $800 ഓഫ് കോസ്റ്റ് ടു സെൽ ദ ഗുഡ്സ്. സോ $800 എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആ $800 നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 14,200 ആണ് ഇതിൻ്റെ എൻ ആർ വി. ഇനി ഇതിൻ്റെ കോസ്റ്റ് ആണെങ്കിലോ, കോസ്റ്റ് 18 × 1000 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 18,000 ആണ്. സോ 18,000 കോസ്റ്റും ഉണ്ട്, 14,200 എൻ ആർ വി ഉണ്ട്. ഇതിൽ ഏതാ ചെറുത് വരുന്നത്? എൻ ആർ വി ആണ്. സോ നമ്മൾ എൻ ആർ വി വേണം നമ്മൾ കോസ്റ്റിന് ഈ ഒരു ടോട്ടൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആസ് ഓഫ് നൗ ഇവർ ചെയ്തിരിക്കുന്നത് എന്താ? കോസ്റ്റ് ആണ്. സോ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആസ് ഓഫ് നൗ ഉള്ള ബാലൻസ് 386,400 ആണ്. സോ ഇതിൽ ഇവൻ ആഡ് ചെയ്തിട്ടുണ്ടാകുക 18,000 ആണ്. ഈ 18,000 നമ്മൾ ഇതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. 18,000 നമ്മൾ ഡിഡക്റ്റ് ചെയ്യുക. പകരം നമ്മൾ ആഡ് ചെയ്യേണ്ട ഫിഗർ എത്രയാണ്? പകരം നമ്മൾ ആഡ് ചെയ്യേണ്ടത് 14,200 ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഫിഗർ എത്രയാണ് നോക്കുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കേസ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്ക് ലാസ്റ്റ് കണ്ടെത്താം. ഇനി രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. അതും കൂടി അഡ്ജസ്റ്റ് ചെയ്തതിലാണല്ലോ ആൻസർ. അതെന്താ നോക്കാം. സോ 5 ഐറ്റംസ് നമ്പർ തന്നിട്ടുണ്ട്. 5 യൂണിറ്റ്സ് ആണ് നമ്മളടുത്തുള്ളത്. 5 ഐറ്റംസ് വിച്ച് ഹാഡ് എ പർച്ചേസ് പ്രൈസ് ഓഫ് $100 ഈച്ച്. 8 years ago നമ്മൾ 5 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോന്നിൻ്റെയും പർച്ചേസ് പ്രൈസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് $100 ആണ് 8 വർഷം മുൻപ്. ദീസ് ഐറ്റംസ് വെയർ സോൾഡ് ഇൻ October 2011 ഫോർ $1,000. നമ്മൾ $100 വാങ്ങിയ സാധനം നമ്മൾ $1,000 മറിച്ച് വിറ്റത്. ഓക്കെ, ആൻഡ് നെറ്റ് ഓഫ് സെല്ലിംഗ് എക്സ്പെൻസസ്, നമുക്ക് സെല്ലിംഗ് എക്സ്പെൻസസ് ഒക്കെ കഴിഞ്ഞിട്ടും $1,000 നമുക്ക് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഇവരുടെ കോസ്റ്റ് എത്രയാണ് വരുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് 100 ആണ്. അതേസമയം എൻ ആർ വി എന്ന് പറഞ്ഞാൽ ഇവർക്ക് വിറ്റിട്ട് കിട്ടിയത് 1000 ആണ്. സോ 1000 ആണ് എൻ ആർ വി ആണ് വലുത് കോസ്റ്റിനെ കാട്ടിലും. അപ്പോൾ നമ്മൾ ഏത് വാല്യൂലാണ് കാണിക്കേണ്ടത്? കോസ്റ്റ് തന്നെയാണ്. ലോവർ ഏതാണ് ആ വാല്യൂലല്ലേ കാണിക്കേണ്ടത്. സോ ആസ് ഓഫ് നൗ ഇവർ ഈ ഒരു ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് തന്നെയാണ്. നമ്മൾ പോയിട്ട് ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സോ അമെൻമെൻറ്റ്സോ വരുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ
നമ്പർ 2, അതായത് രണ്ടാമത്തെ ലൈക്ക് പ്രൊഡക്റ്റിന് നമ്മൾ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട, ഒന്നാമത്തെ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് വെച്ച് കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. 386,400 മൈനസ് 18,000 പ്ലസ് 14,200. ഓക്കെ, നമ്മൾ ആൻസർ ആയിട്ട് വേണ്ടത് 382600. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ ആയിട്ട് വേണ്ടത്. 382600, $382,600. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് ഇവിടെ വരേണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മാർക്കപ്പ് ആൻഡ് മാർജിൻ എന്ന് പറയുന്ന ഏരിയ ആണ്. സോ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, ഈസിയാണ്, പക്ഷേ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഭയങ്കര കോംപ്ലക്സ് ഏരിയ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട ടേംസ് ഞാൻ പറഞ്ഞുതരാം. മാർക്കപ്പ് ഓൺ കോസ്റ്റ്, മാർക്കപ്പ് ഓൺ കോസ്റ്റ്, മാർജിൻ ഓൺ സെയിൽസ്. ഇങ്ങനെയാണ് നമ്മൾ പറയുക. മാർക്കപ്പ് ഓൺ കോസ്റ്റ്, മാർജിൻ ഓൺ സെയിൽസ്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്താണ് പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റിൻ്റെ ഫിഗേഴ്സ് നമുക്ക് എന്താകാൻ പറ്റും, ഇതിൽ നിന്നും കണ്ടെത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എപ്പോഴും കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കുമല്ലോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താലാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടുക. ഓക്കെ, ഇനി ഇത് മാർക്കപ്പിൽ എങ്ങനെ, മാർജിനിൽ എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് മാർജിൻ പറയാം. ഓക്കെ, സോ മാർജിനിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർജിൻ ഓൺ സെയിൽസ് ആണ്, മാർജിൻ ഓൺ സെയിൽസ് ആണ്. ഓക്കെ, സോ മാർജിൻ ആയിരിക്കും 100% എന്ന് പറയുന്നത്. 100% ആണ് മാർജിൻ. നമുക്ക് വേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 20% ആണെങ്കിൽ, നമുക്ക് പ്രോഫിറ്റായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 20% ആണെങ്കിൽ നമ്മുടെ കോസ്റ്റ് വരിക 18% ആണ്. സോ എപ്പോഴും നമ്മൾ 100%ൽ മാർജിൻ്റെ കേസിൽ ടേം ചെയ്യുക സെയിൽസ് പ്രൈസിനെ ആയിരിക്കും. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മളോട് പറയാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ഈ പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് $500 ആണ്, ആൻഡ് ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 20% ആണ് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കോസ്റ്റ് കണ്ടെത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 500 ഡിവൈഡഡ് ബൈ 100 ചെയ്തിട്ട് ഇൻറ്റു നമുക്കറിയാം 80% ആണ് കോസ്റ്റ്. 100 ആണ് എന്ത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് പെർസെൻറ്റേജ് വരുന്നത്. അതേസമയം പ്രോഫിറ്റ് 20% ആണെങ്കിൽ ആ 100 മൈനസ് 20 ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 18% ആണ് നമ്മുടെ കോസ്റ്റ്. സോ ഇൻറ്റു 80 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റിൻ്റെ ഫിഗർ കിട്ടും. സോ കോസ്റ്റിൻ്റെ ഫിഗർ വരുന്നത് ഇവിടെ 400 ആണ്. ഇനി ഇതേ സാധനം നമ്മളോട് ചോദിച്ചത് പ്രോഫിറ്റിൻ്റെ ആണെങ്കിലോ, ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 20 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും, പ്രോഫിറ്റിൻ്റെ ഫിഗറും കിട്ടും, വിച്ച് ഈസ് 100. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് മാർക്കപ്പ്. സോ മാർജിൻ എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് മാർക്കപ്പ്. ഈ മാർക്കപ്പിൻ്റെ കേസിലും സെയിം സിറ്റുവേഷൻ പറയാം. നമുക്ക് കോസ്റ്റ് ഉണ്ട് പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഓക്കെ, സോ ഈ കേസിൽ പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, മാർക്കപ്പ് ഓൺ കോസ്റ്റ് ആണ്. സോ ഇവിടെ 100% ആയിട്ട് വരിക കോസ്റ്റ് ആണ്, 100% കോസ്റ്റ് ആണ്. ഇനി നമ്മളോട് പറയാണ് നമുക്ക് 25% എന്ത് വേണം, 25% പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് 25% കൂടി ആഡ് ചെയ്ത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 പ്ലസ് 25, 125% ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇതാണ് മാർക്കപ്പും മാർജിനുള്ള ഡിഫറൻസ്. ഇനി ഇവിടെ ന്യൂമറിക്കൽ വെച്ച് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇമാജിൻ ചെയ്യുക നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് $600 ആണ്, ആൻഡ് നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 25% ആണ്. ഓക്കെ, എന്നിട്ട് അതും മാർക്കപ്പ് ആണ് അവർ സ്പെസിഫിക്കലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് എത്രയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, 600 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100 ചെയ്തു. നേരത്തെ കേസിൽ നിങ്ങൾ ഓർത്തിൻ്റെ മനസ്സിലാവും, ഇവിടെ ഡിവൈഡ് ബൈ 100 ആണ് ചെയ്തത്, പക്ഷേ ഇവിടെ 125 ആണ് ചെയ്തത്. ഇതാണ് മെയിൻലി മാർക്കപ്പും മാർജിനും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക, കോസ്റ്റായ 100% പ്ലസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജും കൂടി ആഡ് ചെയ്തിട്ടുള്ള പെർസെൻറ്റേജ് ആണ് സെയിൽസ് പ്രൈസ്. ഇവിടെ 125% ആണ് സെയിൽസ് പ്രൈസ് വരുന്നത്. സോ 125 വെച്ച് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്യുന്നെങ്കിൽ നമുക്ക് കിട്ടുക 480 ആണ് നമ്മുടെ എന്ത് വരുന്നത്, കോസ്റ്റ് ആയിട്ട് ഈ കേസിൽ വരുന്നത്. അതേസമയം മറ്റേ കേസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ ഒരു ഡിഫറൻസ് ആണ് മാർക്കപ്പും മാർജിൻ നമ്മൾ മെയിൻലി പറയാനുള്ളത്. ഇനി നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഇത്ര കോംപ്ലക്സ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമുക്ക് കിട്ടുന്ന ഐറ്റം ഏതാണോ അതിൻ്റെ പെർസെൻറ്റേജ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ 1% ആക്കി മാറ്റാൻ പറ്റും. ആ 1% ഇൻറ്റു നിങ്ങൾക്ക് ഏതിലേക്കാണോ എത്തിക്കേണ്ടത്, ഏത് ഐറ്റമാണോ കണ്ടെത്തേണ്ടത് ആ ഐറ്റത്തിൻ്റെ പെർസെൻറ്റേജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ലെറ്റ്സ് സേ ഈ കേസിൽ നമുക്കറിയാം കോസ്റ്റ് എന്ന് പറയുന്നത്
400 ആണ്, കോസ്റ്റ് എന്ന് പറയുന്നത് 400 ആണ് അല്ലേ. സോ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ 400 എടുത്തു. 400ൻ്റെ പെർസെൻറ്റേജ് എത്ര, അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? ഈ കേസിൽ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് 18% ആണെന്ന് എനിക്കറിയായിരുന്നു. സോ ഡിവൈഡഡ് ബൈ 18, ഇതേ ഡിവൈഡഡ് ബൈ 18 ചെയ്തു. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ഫിഗർ അത് എത്ര ആയിക്കോട്ടെ അത് 1% ആണ്. സോ 400 എന്ന് പറയുന്ന ഫിഗറിനെ ഡിവൈഡ് ബൈ 80% ചെയ്തപ്പം അതിനെ 1% ആക്കി മാറ്റി, 18 ചെയ്തപ്പം 1% ആക്കി മാറ്റി. എന്നിട്ട് ഇൻറ്റു എനിക്ക് പ്രോഫിറ്റ് ആണ് കണ്ടെത്തണമെങ്കിൽ എനിക്കറിയാം പ്രോഫിറ്റ് 20 ആണ്. സോ ഇൻറ്റു 20 ചെയ്ത് എനിക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനി എനിക്ക് പ്രോഫിറ്റ് അല്ല, ഇനി എനിക്ക് കണ്ടെത്തേണ്ടത് സെയിൽസ് പ്രൈസ് തന്നെയാണെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ സെയിൽസ് പ്രൈസും കിട്ടും. സോ അതാണ് ഇവിടെ മെയിൻലി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണോ കണ്ടെത്തേണ്ടത് ആദ്യം ചിന്തിക്കാം. നിങ്ങൾക്ക് എന്താണോ തന്നിരിക്കുന്നത് ആ തന്നിരിക്കുന്ന ഐറ്റത്തിന് അതിൻ്റെ പെർസെൻറ്റേജ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1% ആക്കി മാറ്റാൻ പറ്റും. ഇൻറ്റു നിങ്ങൾക്ക് ഏതിലേക്കാണോ എത്തിക്കേണ്ടത്, ഏത് ഐറ്റമാണോ കണ്ടെത്തേണ്ടത് ആ ഐറ്റത്തിൻ്റെ പെർസെൻറ്റേജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസറും കിട്ടും. അത് എല്ലായിടത്തും യൂണിവേഴ്സ്ലി ആപ്ലിക്കബിൾ ആണ്. അത് ഈ ഒരു കേസിൽ മാത്രമല്ല. ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. സോ മാർജിനും മാർക്കപ്പ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇയർ എൻഡിൻ്റെ സമയത്ത് ഈ ഇൻവെൻട്രി വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ്സിൽ കുറച്ച് മെത്തേഡ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ തന്നിരിക്കുന്ന 3 മെത്തേഡ്സ് ആണ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇവിടെ പറയാനാണെങ്കിൽ ലിഫോ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് നമ്മുടെ IFRS അലൗഡ് അല്ല. അത് US GAAP മറ്റും അലൗഡ് ആണ്, പക്ഷേ നമുക്കത് പഠിക്കാനില്ല. കാരണം എന്താ, IFRS ഇതിനെ അലൗ ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വേൾഡിൽ എക്സിസ്റ്റിംഗ് ആണ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ലിസ്റ്റിൽ കൊടുത്തത്. സോ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ A എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ വെജിറ്റബിൾസ് വിൽക്കാൻ, ഇത് ടൊമാറ്റോ ആണ്, അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പാർട്ടായിട്ടാണ് ഇതിനെ വാങ്ങിയെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഈ ഒരു പാർട്ട്, ഈ ഒരു ഏരിയ ആദ്യത്തെ പാർട്ട് ആൻഡ് മേലെ വരുന്ന രണ്ടാമത്തെ പാർട്ട്. സോ വോളിയം 1 ആൻഡ് വോളിയം 2. ഓക്കെ, സോ വോളിയം 1ന് ഓരോ യൂണിറ്റിനും ഇവർ കൊടുത്തത്, അതായത് ഓരോ kgക്കും ഇവർ കൊടുത്തത് ലെറ്റ്സ് സേ 20 rupees ആണ് കൊടുത്തത്. ആൻഡ് വോളിയം 2 ആകുമ്പോൾ രണ്ടാമത്തെ തവണ ഇവർ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് സാധനത്തിൻ്റെ വില കൂടിയിട്ടുണ്ട്. ലെറ്റ്സ് സേ ഇതിന് 25 ആയിട്ടുണ്ട്, 25 rupees ആണ് കൊടുത്തിരിക്കുന്നത് എസ്റ്റിമേറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഒരു വെജിറ്റബിൾ സെല്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവരെന്താ ചിന്തിക്കുക, വെജിറ്റബിൾസ് എന്ന് പറയുന്നത് പെരിഷബിൾ ഗുഡ്സ് ആണ്, അതായത് പെട്ടെന്ന് നാശമായി പോകും അല്ലേ. ഇപ്പം ടൊമാറ്റോൻ്റെ ഒക്കെ കേസ് എടുത്തെങ്കിൽ അത് പെട്ടെന്ന് നാശമായി പോകും. അപ്പോൾ ഇവരെന്താ ചെയ്യുക, പെട്ടെന്ന് വിറ്റ്, ആദ്യം വാങ്ങിയ സാധനങ്ങൾ പെട്ടെന്ന് വിറ്റ് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവരെന്താ ചെയ്തത്. ഇനീഷ്യലി കേടായ തക്കാളിയും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്, കസ്റ്റമർ വന്നിട്ട് ഫ്രണ്ടിൽ നിന്നെല്ലാം എടുക്കുക എന്നുള്ള അസംഷനിൽ ഇയാൾ എന്ത് ചെയ്തു, ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് കേടായ തക്കാളിയും കാര്യങ്ങളൊക്കെ വെച്ചു. സോ കസ്റ്റമർ വന്നിട്ട് അതെടുത്ത് പോകുമ്പോൾ നല്ല തക്കാളി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബാക്കിലുണ്ട്, ഏറ്റവും ബാക്കിലാണ് ഈ നല്ല തക്കാളിയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അത് ഒരു വെജിറ്റബിൾ സെല്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഫിഫോ മെത്തേഡാണ്, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഞാൻ ആദ്യം വാങ്ങിയ തക്കാളിയാണല്ലോ ഈ വോളിയം 1 വന്നിരിക്കുന്നത്, അതാണ് ആദ്യം ഞാൻ വിൽക്കുക. ഓക്കെ, ഇനി രണ്ടാമത് വാങ്ങിയതാണല്ലോ വോളിയം 2 അതാണ് ഞാൻ ലാസ്റ്റ് വിൽക്കുക, അല്ലെങ്കിൽ രണ്ടാമത് വിൽക്കുക. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫസ്റ്റ് വന്ന കാര്യം ഞാൻ ഫസ്റ്റ് വിൽക്കും, പിന്നെ വന്നത് പിന്നെ വിൽക്കുള്ളൂ. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫിഫോ മെത്തേഡ്. അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് എന്ത്, ഒരു വെജിറ്റബിൾ സെല്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പെരിഷബിൾ ഗുഡ്സ് ആദ്യം വാങ്ങിയത് ആദ്യം വിൽക്കും എന്നുള്ള രീതിയിൽ. ആൻഡ് ആദ്യം ഇവർ വാങ്ങിയത് ലെറ്റ്സ് സേ ഒരു 10 kg ആയിരുന്നു, 10 kg ആണ് വാങ്ങിയത്. ആൻഡ് രണ്ടാമത് വാങ്ങിയത് 15 kg ആണ്. ഇതിൻ്റെ ഡിമാൻഡ് കൂടുന്നത് കണ്ടിട്ട് 15 kg ആണ് എന്ത് ചെയ്തത്, ഇവർ വാങ്ങി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഫിഫോ മെത്തേഡിലായിരുന്നെങ്കിൽ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ കേസിൽ നിങ്ങൾ മനസ്സിലാക്കാം മൊത്തം ഇവരയിൽ എത്ര ഉണ്ടാവും, ആദ്യം വാങ്ങിയ 10 kgയും രണ്ടാമത് വാങ്ങിയ 15 kgയും കൂടി ചേർത്തിട്ട് ടോട്ടൽ ഇവരയിൽ 25 kg ഓഫ് ടൊമാറ്റോ ആയിരുന്നു വേണ്ടത്. ആൻഡ് ഇതിൽ ലെറ്റ്സ് സേ ഒരു 15 kg, മൊത്തം 25 kg വേണ്ടതിൽ ഒരു 15 kg എന്ത് ചെയ്തു, കസ്റ്റമേഴ്സ് വിറ്റുപോയി, കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ കയ്യിൽ ക്ലോസിങ്ങിൽ എത്രയാണ് വേണ്ടത്, 10 kg ആണ് വേണ്ടത്. ഈ 10 kgൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ ഫിഫോ മെത്തേഡ് യൂസ് ചെയ്താൽ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൊത്തം 25 kg ഉള്ളതിൽ 10 kg ആണ് ബാക്കിയുള്ളത്, ബാക്കി 15 kg വിറ്റു. സോ ഈ 10 kg എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാങ്ങിയ, അതായത് ആദ്യം വാങ്ങിയ ഈ 10 kg വിറ്റ് പോയി. ആൻഡ് രണ്ടാമത് വാങ്ങിയ ഈ 15 kgയിൽ 5 kg നമ്മൾ വിറ്റിട്ടുണ്ടാവും, ബാക്കി 10 kg റിമൈനിങ് ആയിരിക്കും വിറ്റിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കായി കാണിക്കേണ്ടത്. സോ ഈ 10 kg നമ്മൾ എത്ര വാല്യൂ കൊടുത്തിട്ടാണ് വാങ്ങിയത്, ഓരോ kgക്കും നമ്മൾ കൊടുത്ത $25 ആണ്. സോ 10 ×
25 10 × 25 ചെയ്തിട്ടുണ്ടെങ്കിൽ $215 റുപ്പീസ് കിട്ടും. ഈ $215 നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? ഫിഫോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇയർ എൻഡിൻ്റെ സമയത്ത് വാല്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക്, ഈ ടൊമാറ്റോൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിനാണ് ഫിഫോ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഈ പെരിഷബിൾ ഗുഡ്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ സെല്ലേഴ്സിൻ്റെ ഒക്കെ കേസസിലാണ്. ഇനി നമുക്ക് ഇതേ കേസ് വെച്ചിട്ട് തന്നെ ആഫ്കോ മെത്തേഡ്, ആവറേജ് മെത്തേഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇതേ സ്റ്റോറി ലൈൻ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു സെല്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, എന്ന് പറയുന്ന ഈ ഒരു സെല്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഫ്രണ്ടിലുള്ള നാശായിക്കൊണ്ടിരിക്കുന്ന തക്കാളി ഏറ്റവും പെട്ടെന്ന് വിറ്റ് പോകണം എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്തു, അവർ ഫ്രണ്ടിൽ വെച്ചു. കസ്റ്റമേഴ്സ് വരുമ്പോൾ ഫസ്റ്റ് അത് എടുക്കുമല്ലോ എന്നുള്ള അസംഷനിൽ എന്ത് ചെയ്തു, അത് ഫ്രണ്ട് കൊണ്ടുപോയി വെച്ചു. അങ്ങനെയാണല്ലോ കഥ മുന്നോട്ട് പോയത്. ലെറ്റ്സ് സേ വേറൊരു ചെക്കൻ വന്നു ആൻഡ് ഇയാൾക്ക് ഇത് കറക്റ്റ് അറിയാം, എന്താണ് ഈ സെല്ലർ ഇത് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന മോശമായ തക്കാളിയാണ്, എന്നാൽ നമ്മൾ അവിടെ നിന്ന് എടുക്കരുത് ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ വരുന്ന കസ്റ്റമറിന് അത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലുള്ള തക്കാളിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. ബാക്കിലുള്ള ഈ കാര്യങ്ങളും ഇടയിൽ മിക്സ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്തു, എല്ലാം എടുത്തു. ഇവിടെയുള്ള നല്ലതും ബാക്കിൽ പോയിട്ട് ബാക്കിയുള്ള നല്ലതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ഇയാൾക്ക് വേണ്ട സാധനങ്ങൾ എടുത്തത്. ആൻഡ് നമ്മുടെ എ എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്ത് നോക്കുമ്പോൾ ഇയാൾക്ക് സോർട്ട് ചെയ്യാൻ പറ്റില്ല. അയാൾ പല സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത്. അതായത് ഇവിടെ നിന്ന് എടുത്തു, ബാക്കിൽ നിന്ന് എടുത്തു, ഫ്രണ്ടിൽ നിന്ന് എടുത്തു, അങ്ങനെ പല സ്ഥലത്തു നിന്നായിട്ട് നല്ല നല്ല തക്കാളി നോക്കിയിട്ടാണ് എടുത്തത്. ഇനി എ എന്ന് പറയുന്ന ആൾക്ക് ഒരിക്കലും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ മുൻപ് വാങ്ങിയ തക്കാളിയാണോ അല്ലെങ്കിൽ ആദ്യം വാങ്ങിയ തക്കാളിയാണോ എന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇയാൾ പല സ്ഥലത്തു നിന്നായിട്ടാണ് എന്ത് ചെയ്തത്, ഇയാളുടെ ടൊമാറ്റോ ചൂസ് ചെയ്തത്. അതുകൊണ്ട് ഇയാൾക്ക് ഇനി ആകെയുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ആവറേജ് എടുക്കുക എന്നുള്ള. 2 പാർട്ടായിട്ടാണ് വാങ്ങിയത്. ഇതിൽ നിന്ന് എത്ര ഇതിൽ നിന്ന് എടുത്തു, എത്ര രണ്ടാമത്തെ വോളിയത്തിൽ നിന്ന് എടുത്തു, ഇയാൾക്ക് ഇനി ട്രാക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ആകെയുള്ള ഓപ്ഷൻ എന്താ, ആവറേജ് എടുക്കുക. ഇത് രണ്ടും കൂടി വാങ്ങിയതല്ലേ, എല്ലാം കൂടി ക്യുമുലേറ്റീവ് ആവറേജ് എടുക്കുക എന്നുള്ളതാണ് ഇനി ഏക ഓപ്ഷൻ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആഫ്കോ മെത്തേഡ്, ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിഫോ മെത്തേഡ് എപ്പോഴും യൂസ് ചെയ്യുക, ആവറേജ് മെത്തേഡ് എപ്പോഴും യൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റോറി ലൈൻ മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി ഫിഫോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു എക്സാം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, സ്ക്രീൻ കാണുന്ന പോലെ തന്നെ റിക്വയർമെൻറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അറ്റ് വാട്ട് എമൗണ്ട് ഷുഡ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രി ഷുഡ് ബി ഷോൺ ഇൻ ദ SOFP അറ്റ് ദ ഇയർ എൻഡ്. നമ്മൾ ഇയർ എൻഡിൻ്റെ സമയത്ത് എത്രയാണ് SOFPയിൽ ഈ ഒരു ഇൻവെൻട്രീൻ്റെ വാല്യൂ ആയിട്ട് കാണിക്കേണ്ടത്. ആൻഡ് ഇവിടെ സ്പെസിഫിക്കലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫിഫോ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ സെനേരിയോ വായിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഇയറിൽ നടത്തിയ പർച്ചേസിൻ്റെ ഡേറ്റയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ മാർച്ചിൽ 20 യൂണിറ്റ്സ് വാങ്ങിയിട്ടുണ്ട്, ജൂണിൽ 20 യൂണിറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. മാർച്ചിന് വാങ്ങിയത് നമ്മൾ കൊടുത്തത് $11 ആണെങ്കിൽ ജൂണിന് വാങ്ങിയത് നമ്മൾ കൊടുത്തത് $13 ആണ്. ഇൻക്രീസിങ് പ്രൈസ് ആണ് സിറ്റുവേഷൻ. ഇതിൽ തന്നെ 20 യൂണിറ്റ്സ് റിമൈനിങ് ആണ്. നമ്മൾ ഇയർ എൻഡിൻ്റെ സമയത്ത് 20 യൂണിറ്റ്സ് അൺസോൾഡ് ആണ്, വിൽക്കാതെ വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഇൻവെൻട്രി ആയിട്ട് എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. സോ അതിൻ്റെ കൺസിഡറേഷനാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ആൻഡ് ഇവിടെ തന്നിരിക്കുന്നത് അറ്റ് ദ ഡേറ്റ് റീസെയിൽ പ്രൈസ്, നമ്മൾ ആ ഡേറ്റ് ഇയർ എൻഡിൻ്റെ സമയത്ത് മറിച്ച് വിറ്റിട്ടുണ്ട്, നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എത്രയാണ്, $12 ആണ് an item and purchase price of new supplies were $10 an item. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിത് വാങ്ങിയത് $13 കൊടുത്തിട്ടാണ്. ഓക്കെ, നിങ്ങൾ $13 കൊടുത്തിട്ടാണ്. നിങ്ങൾക്ക് ഇനി ഇത് വിറ്റാൽ കിട്ടുക $12 ആണ്. നിങ്ങൾക്ക് ഇത് വിറ്റാൽ കിട്ടുക $12 ആണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്ന് വാങ്ങണമെങ്കിൽ $10 ആണ് കൊടുക്കേണ്ടത് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ NRV, നെറ്റ് റിയലൈസബിൾ വാല്യൂ. നമുക്ക് വിറ്റാൽ എത്ര കിട്ടും മൈനസ് വിൽക്കാൻ വേണ്ടി എന്ത് ചിലവ് വരും. ഇവിടെ വിറ്റാൽ $12 കിട്ടും, വിൽക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ചിലവ് സ്പെസിഫിക്കലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ല. സോ നമുക്ക് അത് തന്നെ NRV ആയിട്ട് എടുക്കാം. $12 ആണ് നമ്മുടെ NRV എന്ന് പറയുന്നത്. കോസ്റ്റും കണ്ടെത്തി, NRV കണ്ടെത്തി. ഇനി ഇവിടെ തന്നിരിക്കുന്ന റിപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ആണ്. ഇനി ഇങ്ങനത്തെ ഒന്ന് വാങ്ങാൻ വേണ്ടി, റിപ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര കൊടുക്കണം, $10 ആണ്. അത് നമ്മൾ സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടില്ല. നമ്മൾ എന്താ നോക്കിയത്, ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV ഏതാണോ ചെറുത് അത് വേണം നമ്മൾ എടുക്കാൻ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ കയ്യിലുള്ളത് $20 യൂണിറ്റ്സ് ആണ് നമ്മളെ കയ്യിൽ ബാക്കിയുള്ളത്. ഇതിൻ്റെ കോസ്റ്റ് ആണോ NRV ആണോ ചെറുത്, നിങ്ങൾ നോക്കിയിട്ട് പറ. NRV അല്ലേ, 12 അല്ലേ 13നെക്കാട്ടും ചെറുത് എന്നുള്ളത്. സോ 20 × 12 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 240 കിട്ടും. 240 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് അല്ലെങ്കിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പാർട്ട് ഈ $10 കഥയാണ്. ഈ $10 നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, ഇഗ്നോർ ചെയ്യണം, മൈൻഡ് ചെയ്യരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇയർ എൻഡിൻ്റെ സമയത്തുള്ള ഇൻവെൻട്രീൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇത്രയും നേരം നമ്മൾ ചെയ്തതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ഇയർ എൻഡിൻ്റെ സമയത്തുള്ള ഇൻവെൻട്രീൻ്റെ വാല്യൂ കണ്ടെത്താൻ തന്നെയാണ്. ഇത് ഇത്രയും നേരം നമ്മൾ ചെയ്ത കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇതിൽ ചോദിച്ചിരിക്കുന്ന രീതി ഡിഫറൻസ് ഉണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെനേരിയോ വായിക്കാം. ദി എമൗണ്ട് ഓഫ് ഇൻവെൻട്രി ഓഫ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് Q for the year ended 31st December 2011 was based on the inventory count on
January ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന മെയിൻ ഡിഫറൻസ്. അതായത് നിങ്ങളൊരു ടൈം ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടൈം ലൈൻ വരയ്ക്കാം. ലെറ്റ്സ് സേ ഇതാണ് നമ്മളെ ഇയർ എൻഡ് 31st December 2011 ഇതാണ് നമ്മുടെ ഇയർ എൻഡ് വരുന്നത്. ഓക്കെ, എന്നിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇൻവെൻട്രി കൗണ്ട് നടത്തിയത്, നമ്മളെ ഇയർ എൻഡ് കഴിഞ്ഞിട്ട് ഇൻവെൻട്രി കൗണ്ട് നടത്തിയ പോയിന്റ് ഇതാണ് 1st January 2012. ഈ ഡേറ്റിനാണ്, അതായത് നമ്മുടെ ഇയർ എൻഡ് കഴിഞ്ഞിട്ട് 4 ദിവസം 4 days കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇൻവെൻട്രി കൗണ്ട് നടത്തിയത്. ഓക്കെ, ഈ ഡേറ്റിന് കിട്ടിയ വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവർ തന്നിരിക്കുന്ന ഈ 8,36,200 എന്ന് പറയുന്ന ഫിഗർ, 8,36,200 എന്ന് പറയുന്ന ഫിഗർ ഇവർ നമ്മുടെ ഇയർ എൻഡ് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻവെൻട്രി കൗണ്ട് നടത്തിയത്. ആ ഡേറ്റിന് കിട്ടിയ ഫിഗറാണ് ഇവർ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ between 31st December and 4th January 2012 the following transaction were occurred. ഇവർ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡേറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഇയർ എൻഡും അതേസമയം ഈ കൗണ്ട് നടത്തിയ ഈ ഒരു 4 ദിവസത്തെ ഗ്യാപ്പ്, ഈ 4 ദിവസത്തെ ഗ്യാപ്പിൽ കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതാണ് ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 4 ദിവസത്തിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതാണ് ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ. ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമുക്കറിയേണ്ടത് എന്താ, ഈ ഡേറ്റിന്, അതായത് നമുക്കറിയേണ്ടത് ഈ ഡേറ്റിന് എന്താണ് നമ്മുടെ കയ്യിലെ ഇൻവെൻട്രീൻ്റെ വാല്യൂ എന്നാണ്. നമുക്കിപ്പോൾ അറിയുന്നത് എന്താ, ഈ ഡേറ്റ് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്നാണ്. സോ ഇവിടെ കുറച്ച് ഡിഫറൻസ് നടന്നിട്ടുണ്ട്. ഈ ഡിഫറൻസ് നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ January 4 നമ്മളെ എത്ര ഗുഡ്സ് ഉള്ളത് നമുക്കറിയാം, December 31 എന്താ ഉള്ളത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ ഈ 4 ദിവസത്തെ ഗ്യാപ്പിൻ്റെ ഇടയിൽ എന്തൊക്കെയാണോ നടന്നത് അത് റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ 31st Decemberലുള്ള ഫിഗർ കണ്ടെത്താൻ സാധിക്കും. അതായത് വാങ്ങിയ സാധനമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. നമ്മൾ വിറ്റ സാധനമൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നമുക്കിനി ആൻസറിങ് പാർട്ട് നോക്കാം. സോ നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് 836,200 എന്ന് പറയുന്ന ഫിഗറിൽ നമ്മളെല്ലാം റിവേഴ്സ് ചെയ്യണം. യൂഷ്വലി നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്ത ആഡാണ് ചെയ്യുക, പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എത്ര ഫിഗർ, 8,600 എന്ന് പറയുന്ന ഫിഗർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി പർച്ചേസ് ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെയോ നമ്മൾ മൈനസ് ചെയ്യണം. സോ ആ ഫിഗർ എത്ര വരുന്നത്, 8,600 എന്ന് പറയുന്ന ഫിഗർ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അടുത്തത് നമുക്ക് വരുന്നത് സെയിൽസ് ആണ്. നമ്മൾ സെല്ല് ചെയ്ത സാധനം നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക, മൈനസ് ആണ് ചെയ്യുക. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചാൽ ആഡ് ചെയ്യണം. കാരണം വിറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇൻവെൻട്രി പോലെ ഇൻവെൻട്രിന്ന് കുറക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു റിവേഴ്സ് ആണ് ചെയ്യേണ്ടത്, നമുക്ക് ബാക്കോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ 8,600 എടുത്ത പോലെ തന്നെ ഈ 14,000 ഡയറക്റ്റ്ലി എടുത്ത് ആഡ് ചെയ്യും. അങ്ങനെ ഡയറക്റ്റ്ലി എടുത്ത് ആഡ് ചെയ്യരുത്. കാരണം ഈ 14,000 എന്ന് പറയുന്ന ഫിഗർ ഒരിക്കലും നമുക്ക് ലൈക്ക് ഇൻവെൻട്രീൻ്റെ വാല്യൂ അല്ല പറയുന്നത്, നമുക്ക് വിറ്റിട്ട് കിട്ടിയ ഫിഗറാണ് 14,000 എന്ന് പറയുന്നത്. നമ്മൾ ആ ഇൻവെൻട്രീൻ്റെ കോസ്റ്റ് ആണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കോസ്റ്റ് കണ്ടെത്തണം. നേരത്തെ മാർക്കപ്പും മാർജിനും പഠിച്ചില്ലേ, അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കോസ്റ്റ് കണ്ടെത്തണം. നമുക്ക് നോക്കാം. സോ ഈ 14,000 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. നമുക്കറിയാം കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് നമ്മളെന്ത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഫിഗർ നോക്കാം. ഓക്കെ, സോ ഇവിടെ സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നത് 14,000 ആണ്. 14,000 ആണ്. ആൻഡ് ഈ സെല്ലിംഗ് പ്രൈസ് ഇവിടെ തന്നിരിക്കുന്നത് എന്താ, മാർക്കപ്പാണോ മാർജിനാണോ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിനാണ്. സോ മാർജിൻ ആണെങ്കിൽ നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആണ്. 100%. ഇനി നമുക്ക് തന്നിരിക്കുന്ന മാർജിൻ 13% പ്രോഫിറ്റ് ആണ്. സോ പ്രോഫിറ്റും 13% ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് എത്രയായിരിക്കും, 100 മൈനസ് 13, 17% ആയിരിക്കും കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്, കോസ്റ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ നമുക്ക് കോസ്റ്റ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, 14,000 ഡിവൈഡഡ് ബൈ അതിൻ്റെ പെർസെൻറ്റേജ് ആയ 100 ഇൻറ്റു നമുക്ക് കണ്ടെത്തേണ്ട 17% വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫിഗർ കിട്ടും. നോക്കാം, 14,000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 17 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 9,800 എന്ന് പറയുന്ന ഫിഗർ. ഇതാണ് ഒറിജിനലി നമ്മൾ വിറ്റ ഇൻവെൻട്രീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വേണം നമ്മൾ ആഡ് ബാക്ക് ചെയ്യാൻ, അല്ലാതെ ഈ 14,000 നമ്മൾ ആഡ് ബാക്ക് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, 9,800 എന്ന് പറയുന്ന ഫിഗർ ആഡ് ബാക്ക് ചെയ്യാം.
ആൻഡ് ലാസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി വരുന്നുണ്ട് 700. അതെന്താ 40 ഗുഡ്സ് റിട്ടേൺഡ് ബൈ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കും മനസ്സിലാവും, ക്യൂ നമ്മൾ തന്നെയാണ്. ടു സപ്ലയർ, നമ്മളെ സപ്ലയർക്ക് സാധനം തിരിച്ചു കൊടുത്തു. യൂഷ്വലി സാധനം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മളെ ഇൻവെൻറ്ററി കുറയും. നമ്മളെ കയ്യിലുള്ള സാധനം തിരിച്ചു കൊടുത്തു, ഇൻവെൻറ്ററി കുറയണം. അപ്പോൾ നമ്മൾ കുറയ്ക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഈ കേസിൽ റിവേഴ്സ് ആണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ പിന്നോട്ടാണ് പോകുന്നത്. നമുക്ക് ഈ ഗ്യാപ്പിലിടയിൽ എന്താണോ നടന്നത് അതൊക്കെ റിവേഴ്സ് ചെയ്യണമല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ബാക്ക് ചെയ്യണം. എത്ര 700 എന്ന് പറയുന്ന ഫിഗർ ആഡ് ബാക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത് ആഡ് ബാക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുക നോക്ക്. സോ ഇത് ആഡ് ബാക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 8,38,100 എന്ന് പറയുന്ന ഫിഗറാണ്. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് നമ്മൾ ഇൻവെൻട്രീൻ്റെ ക്ലോസിംഗ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതേണ്ടത്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ FAൻ്റെ BPP കിറ്റ് അല്ലെങ്കിൽ കപ്ലാൻ കിറ്റൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. ഇത് കാണുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൻ്റെ മെത്തഡോളജി മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ റിവേഴ്സ് ചെയ്യുന്നതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതെല്ലാവരും സെൽഫായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ ഇനി നമുക്ക് ഈ ഇൻവെൻട്രി SOPയിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് വരിക, അതേപോലെ SOFPയിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് വരുത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ SOPയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫോർമാറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. റവന്യൂ ഒരു ഫിഗർ ഉണ്ടാവും, അതിൽ നിന്നും കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിഡക്റ്റ് ചെയ്താലാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. സോ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ ഇക്വേഷനാണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറ്? കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇവിടെ ഇൻവെൻട്രിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ച, സോ നമ്മൾ FIFO യൂസ് ചെയ്തിട്ടും ആഫ്കോ യൂസ് ചെയ്തിട്ടൊക്കെ ഇൻവെൻട്രീൻ്റെ വാല്യൂ കണ്ടെത്തുന്നില്ലേ, ഇയർ എൻഡിൻ്റെ സമയത്ത് ഇൻവെൻട്രീൻ്റെ വാല്യൂ കണ്ടെത്തുന്നില്ലേ, അതാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മളിവിടെ കണ്ടെത്തുന്നത് ഈ ക്ലോസിംഗ് സ്റ്റോക്കിനെയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താ, വർഷത്തിൻ്റെ അവസാനം ഇവർ വിൽക്കാതെ വെച്ചിരിക്കുന്ന ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവെൻട്രീൻ്റെ വാല്യൂ എത്രയാണ്, അതാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പം അത് P&Lൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാമെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് വെച്ചാൽ എന്താ, വിൽക്കാൻ വേണ്ടി എന്ത് ചിലവ് വന്നു, കോസ്റ്റ് ഓഫ് സെയിൽസ്, സെല്ല് ചെയ്യാൻ വേണ്ടി എന്ത് കോസ്റ്റ് വന്നു. ഓക്കെ, സോ റവന്യൂ വിറ്റിട്ട് എത്ര കിട്ടി മൈനസ് വിൽക്കാൻ വേണ്ടി എന്ത് ചിലവ് വന്നു, അതാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ വിൽക്കാൻ വേണ്ടി വന്ന ചിലവ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും, മിക്ക കമ്പനീസിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും, പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തു. അപ്പം ഇനീഷ്യലി എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ നമ്മൾ കുറേ സാധനം പർച്ചേസ് ചെയ്തു, മൈനസ് എന്തൊക്കെയോ വിറ്റിട്ടില്ല, വിൽക്കാതെ എന്തോ ബാക്കി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ എടുത്ത് കളയില്ലല്ലോ, അത് അടുത്ത വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. സോ അടുത്ത വർഷത്തേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണെങ്കിൽ, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണെങ്കിൽ അത് അടുത്ത വർഷത്തെ എക്സ്പെൻസ് അല്ലേ, അത് അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്യും, എടുത്ത് വിറ്റോളും. ഈ വർഷം ഞാൻ വിറ്റിട്ടില്ല, ഈ വർഷം വിൽക്കാത്തൊരു സാധനത്തിന് ഈ വർഷത്തെ ചിലവാക്കി എനിക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം കുറേ ഉണ്ടായിരുന്നു, പ്ലസ് ഞാൻ കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്തു, എൻ്റെ ഇത്രയും സാധനങ്ങളുണ്ട്, ഇതിൽ ഇത്രയും പോർഷൻ ഞാൻ വിറ്റിട്ടില്ല, അത് ഈ വർഷം ഞാൻ വിറ്റിട്ടില്ലെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെയായിരിക്കും ഞാൻ വെക്കുന്നത്. സോ അത് അവിടുത്തെ എക്സ്പെൻസ് ആയിട്ട് ഞാൻ കാണിച്ചോളും, അത് ഇവിടെ കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഇവിടെ ഡിഡക്റ്റ് ചെയ്യുന്നത്. സോ ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം വിറ്റ ഗുഡ്സിൻ്റെ ഒറിജിനൽ കോസ്റ്റ്, അതായത് ഒറിജിനലി വന്ന ചിലവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ സാധിക്കും. അത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റവന്യൂ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ. എന്നിട്ടാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് SOPL നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെൻട്രി എന്ത് ഇമ്പാക്റ്റാണ് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ, SOFPയിൽ എന്ത് ഇമ്പാക്റ്റാണ് വരിക എന്നുള്ളത്. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, SOFP എഴുതാം. SOFPയിൽ ഇത്ര കോംപ്ലിസിറ്റി ഇല്ല. SOFPയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കണ്ടെത്തിയ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് അസറ്റ് കാറ്റഗറിയിൽ എന്ത് ചെയ്യും, ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റിൽ ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഗറായിട്ട് എഴുതും. ഈ കണ്ടെത്തിയ ക്ലോസിംഗ് സ്റ്റോക്ക്, ഈ വർഷത്തിൻ്റെ അവസാനം നമ്മളിൽ എന്താണോ ബാക്കിയുള്ളത് അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അത് FIFO ആഫ്കോ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ആ ഫിഗർ
ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻവെൻട്രി, ക്ലോസിംഗ് സ്റ്റോക്ക് അല്ല ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറണ്ട് അസറ്റ് കാറ്റഗറിയിൽ കാണിക്കും. സോ അത്രയാണ് ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ SOFPയിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരാനുള്ളൂ. സോ എപ്പോഴും പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കാണിക്കാൻ പാടില്ല. ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV, ഇതിൽ ഏതാണോ ലോവർ ആ വാല്യൂവിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇതിൽ ബാലൻസ് ഷീറ്റിൽ ഇതിന് ഫിഗർ കാണിക്കാൻ. സോ ഈ ഒരു സ്റ്റാൻഡേർഡ് സമ്മപ്പ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ കുറേ ഒന്നും പഠിച്ചിട്ടില്ല. ഇതിലാകെയുള്ളത് എന്താ, ഇതിൻ്റെ ഇനീഷ്യലി എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, കോസ്റ്റ് ആണ്. സബ്സീക്വൻറ്റ് മെഷർമെൻറ്റിൽ കോസ്റ്റും NRVയും വരുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, ലാസ്റ്റ് ഇതിനെ FSൽ എങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ FSൽ ഇയർ എൻഡിൻ്റെ സമയത്ത് ലൈക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, FIFO മെത്തേഡും ഉണ്ട്, AFCO മെത്തേഡും ഉണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് മെയിൻലി കൺസിഡർ ചെയ്യാനുള്ളത്. ആൻഡ് ഫൈനലി പഠിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. FR ബേസിസിൽ നോക്കുമ്പോൾ ഇതാണ് നമുക്ക് മെയിൻലി അറിയേണ്ടത്. അതായത് ഇത് SOPയിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിൽ ഇത് കാരണം എന്ത് ഇമ്പാക്റ്റ് ആണ് വരിക, ആ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇത് കാരണം എന്ത് ഇമ്പാക്റ്റ് ആണ് വരുന്നത്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സോ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റിൻ്റെ ബേസിസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എല്ലാവരും ഈ ഒരു വീഡിയോ പോസ് ചെയ്യുക, സെൽഫായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തതിന് ശേഷം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും, ഇൻ ടൈംസ് ഓഫ് റൈസിങ് പ്രൈസസ്, അതായത് സാധനങ്ങളുടെ വില കൂടുന്ന സമയത്ത് ദ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി യൂസിങ് FIFO മെത്തേഡ് ആസ് ഒപ്പോസ് ടു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ്, അതായത് AFCO മെത്തേഡ് വിൽ റിസൾട്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ. അതായത് റൈസിങ് പ്രൈസസിൻ്റെ സമയത്ത് നമ്മൾ AFCO മെത്തേഡിന് പകരം FIFO മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ റൈസിങ് പ്രൈസസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്തായിരിക്കും, ഇന്ന് സാധനത്തിൻ്റെ വില 10 ആണെങ്കിൽ നാളെ അത് 15 ആവും, മറ്റന്നാൾ അത് 20 ആവും. സാധനത്തിൻ്റെ വില ഇങ്ങനെ കൂടി പോവാണ്. അതാണ് ഇവിടെ ലൈക്ക് റൈസിങ് പ്രൈസസിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ AFCO മെത്തേഡിന് പകരം FIFO മെത്തേഡ് യൂസ് ചെയ്താൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ 3 ഹെഡ്സാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് സെയിൽസ്, പ്രോഫിറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് ഇൻവെൻട്രി. ഇതിന് മൂന്നിനും എന്താണ് സംഭവിക്കുക, കൂടുകയോ കുറയോ? നമുക്ക് ചെയ്ത് നോക്കാൻ ഇവിടെ ന്യൂമറിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, റാൻഡംലി കുറച്ച് ഫിഗേഴ്സ് ഇട്ട് ചെയ്ത് നോക്കാം. കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും. നമുക്ക് ഇവിടെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതേണ്ടത് എന്താ, റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ട കാര്യങ്ങൾ, ഒന്ന് കോസ്റ്റ് ഓഫ് സെയിൽസിന് എന്ത് ഇമ്പാക്റ്റ് വരും, അതേസമയം പ്രോഫിറ്റിന് എന്ത് ഇമ്പാക്റ്റ് വരും. റവന്യൂവിൻ്റെ കാര്യം ഇവിടെ ചോദിച്ചിട്ടില്ല. ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കാര്യത്തിലും എന്ത് ഇമ്പാക്റ്റ് വരും. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ ഒരു ഐറ്റമാണ്. സോ ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് ഫർദർ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് ആണ് നമുക്ക് എന്താ പറയുക, കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയാം. സോ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ റൈസിങ് പ്രൈസസിൻ്റെ സമയത്ത് നമ്മൾ AFCOക്ക് പകരം FIFO യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക. ഇവിടെ ലെറ്റ്സ് ആദ്യം വാങ്ങിയ സാധനം 10 ആയിരുന്നു, പിന്നെ അത് 15 ആയി, ലാസ്റ്റ് വാങ്ങിയത് 20 ആയി. FIFO മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, FIFO മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് വാങ്ങിയ സാധനം നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസിംഗ് ഇൻവെൻട്രി ആയി കാണിക്കുക. ആദ്യം വാങ്ങിയത് ആദ്യം വിറ്റു എന്നുള്ള അസംഷനിൽ ലാസ്റ്റ് വാങ്ങിയത് എന്താണോ അതാണ് നമ്മൾ ക്ലോസിംഗ് ഇൻവെൻട്രി ആയിട്ട് കാണിക്കുക. സോ ഈ കേസിൽ ആദ്യം വാങ്ങിയ 10 ഞാൻ വിറ്റു എന്ന് ചിന്തിക്കും, രണ്ടാമത് വാങ്ങിയ 15 ഞാൻ വിറ്റു എന്ന് ചിന്തിക്കും, ലാസ്റ്റ് വാങ്ങിയ ഈ 20 ആണ് എൻ്റെ കയ്യിലുള്ളതെന്ന് തന്നെ അസ്യൂം ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക, എൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിക്കിടക്കും. ക്ലോസിംഗ് സ്റ്റോക്ക് വളരെ കൂടുതലായിരിക്കും, 20 ആയിരിക്കും എൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവുക. ഓക്കെ, സോ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലായിരിക്കും ഏത് സിറ്റുവേഷനിൽ, FIFO യൂസ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലായിരിക്കും റൈസിങ് പ്രൈസസിൻ്റെ സമയത്ത്. കാരണം പ്രൈസ് കൂടി ഏറ്റവും ലാസ്റ്റ് വാങ്ങിയത് എൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ള അസംഷനിലാണ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലായിരിക്കും. സോ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഇവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് റാൻഡംലി ഫിഗേഴ്സ് ഇടാം. 100 പ്ലസ് പർച്ചേസ് 200 ആയിരുന്നു, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 20 വെച്ചിട്ടുണ്ടെങ്കിൽ 280 ആണ് എനിക്ക് ഈ കേസിൽ കിട്ടിയത്. ഇനി ഇതേ സമയം ഞാൻ ഈ ആവറേജ് മെത്തേഡൊക്കെ ആയിരുന്നു യൂസ് ചെയ്തതെങ്കിൽ ലൈക്ക് ഈ 20 വരില്ല, പകരം ഒരു ആവറേജ് ഫിഗറായി 50 ആയിരുന്നു വരിക. ഇവിടെ 50 ആയിരുന്നെങ്കിലോ വന്നത്, നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 285 ആണ് വരേണ്ടത്, പക്ഷേ ഇവിടെ 280. എൻ്റെ കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയാണ് ചെയ്തത് ഏത് സിറ്റുവേഷനിൽ, FIFO മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ. നമുക്കിവിടെ എഴുതാം, FIFO മെത്തേഡ് യൂസ് ചെയ്തപ്പം എൻ്റെ കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞു. സോ നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് ലോവർ ആവുകയാണ് ചെയ്യുക FIFO മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ. എൻ്റെ കോസ്റ്റ് ഓഫ് സെയിൽസ് ലോവർ ആവുകയാണ് ചെയ്യുക. ഇനി ഇതേപോലെ എൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ 20യും ഇവിടെ 50 ആണ് വന്നത്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുകയാണ് ചെയ്യുക. എൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞത്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയത് നമുക്ക് മാർക്ക് ചെയ്യാം. സോ ക്ലോസിംഗ് ഇൻവെൻട്രി കൂടിയ ഓപ്ഷൻസ് ഏതൊക്കെയാണ്, A ഉണ്ട്, അതേപോലെ തന്നെ C ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് കൂടിയത് ഏതൊക്കെയാണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞത് ഏതൊക്കെയാണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയാണ് ചെയ്തത്, A ഉണ്ട്, അതേപോലെ B ഉണ്ട്.
സോ നമുക്ക് ആൻസർ ആയിട്ട് എ ആണ് മിക്കവാറും വരുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി പ്രോഫിറ്റിൻ്റെ കേസും കൂടി നോക്കിയാൽ മതി. ഇനി പ്രോഫിറ്റിൻ്റെ കേസ് എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫിഫോ. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ റാൻഡം ഫിഗേഴ്സ് ഇടാം. ലെറ്റ്സ് സേ റവന്യൂ ആയിട്ട് നമുക്ക് വന്നത്, ഓക്കെ, സോ റവന്യൂ ആയിട്ട് നമുക്ക് വന്നത് ഒരു 500 ആണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത് 280 ആണ്. 280 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 220 ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതേ സിറ്റുവേഷനിൽ ഞാൻ ഇവിടെ നേരത്തെ ആവറേജ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ 50 കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 285 ആണ് ഇവിടെ വരുന്നത്. സോ 500 മൈനസ് 285 ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര കിട്ടും? 215 ആണ്. ഇവിടെ എൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് കുറവാണ് വന്നത്. ഞാൻ ആഫ്കോ മെത്തേഡിന് പകരം ഫിഫോ മെത്തേഡ് യൂസ് ചെയ്തത്. അപ്പോൾ റൈസിങ് പ്രൈസസിൻ്റെ സമയത്ത് എൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്തത്. അപ്പം ഇതല്ല വരുന്നത്, ഇതാണ് നമ്മൾ ഫിഫോ ആയിട്ട് യൂസ് ചെയ്തത്. സോ പ്രോഫിറ്റ് എന്താ സംഭവിച്ചത്? കൂടി. അപ്പം ഓപ്ഷൻ എയിൽ പ്രോഫിറ്റ് കൂടി, കോസ്റ്റ് ഓഫ് സെയിൽസ് കുറവ്, പ്രോഫിറ്റ് കൂടുതൽ, അതേപോലെ തന്നെ ക്ലോസിംഗ് ഇൻവെൻട്രി കൂടുതൽ. ഇതാണ് നമുക്ക് ഓപ്ഷൻ എ ആയിട്ടാണ് ആൻസർ വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ലൈക്ക് റാൻഡംലി ടിക്ക് ചെയ്തല്ല, നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കി, ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് നോക്കി. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ന്യൂമറിക്കൽസ് അവർ തരില്ല, നമ്മളായിട്ട് എന്ത് ചെയ്യുക, ഒരു അസ്യൂംഡ് ഫിഗർ ഇടുക. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര കൂടി, ഇത്ര കുറഞ്ഞു, ഇത് കൂടുകയാണ് ചെയ്യുന്നത്, ഇത് കുറയാണ് ചെയ്യുന്നത്, നമ്മൾ സെൽഫായിട്ട് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമ്മൾ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാണ്. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാവരും സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.